ഹലോ, എല്ലാവർക്കും നമസ്കാരം. അജിത്താണ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുള്ളത് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ KSRTC ബസ് ടെർമിനലിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്താൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോണക്കാട് എന്ന് പറയുന്ന ഫോറസ്റ്റ് ചെക്ക് പോയിന്റിൽ നമുക്ക് എത്തണം. അപ്പോൾ ബോണക്കാടേക്ക് നമുക്ക് ഈ തമ്പാനൂരിൽ നിന്ന് പുലർച്ചെ 5 മണിക്ക് KSRTC ബസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബസ് പിടിച്ചു കഴിഞ്ഞാൽ ബോണക്കാട് എത്താം, രാവിലെ തന്നെ എത്താം. അപ്പോൾ രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പെർമിറ്റും ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് ട്രക്കിംഗ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും അങ്ങനെ 3 ദിവസമായിട്ട് നമുക്ക് ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഈ തമ്പാനൂർ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ട്രെയിനിന് വരുമ്പോൾ ഈ ടൗണിന് അടുത്തുള്ള 2 മെയിൻ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. ഒന്ന് തിരുവനന്തപുരം നോർത്തും പിന്നെ ഒന്ന് തിരുവനന്തപുരം സെൻട്രലും. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. പിന്നെ നമുക്ക് ചിലപ്പോൾ എത്തിപ്പെടുക നമ്മൾ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് സിമ്പിളാണ്, ഇവിടെ നിന്ന് നടന്ന് ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് എത്താം. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിപ്പോൾ ഞാനൊക്കെ അങ്ങനെ വന്നത് തിരുവനന്തപുരം നോർത്തിലേക്കാണ്, അതായത് കൊച്ചുവേളി എന്ന് പറയുന്ന സ്റ്റാൻഡിലേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ കൊച്ചുവേളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ അവിടുന്ന് ട്രെയിൻ ഉണ്ടായിരിക്കും, വേറെ മെമു ഒക്കെ ഉണ്ടായിരിക്കും. അതില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടുന്ന് പുറത്ത്, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് തമ്പാനൂരേക്കുള്ള ബസ് കിട്ടും, ഇലക്ട്രിക് ബസ്സുകളുണ്ടാവും. അതാകെ 23 രൂപ അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെയാണ് വന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ റൂമിൻ്റെ കാര്യം ഇങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ ഓട്ടോക്കാരോടൊക്കെ എവിടെ റൂം കിട്ടുക, ഹോട്ടൽ റൂം കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ അവർ കുറച്ച് റേറ്റ് കൂടി, അത് ഒരു പെർ ഡേ റൂമിന് 1000 രൂപ 800 രൂപ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ മുന്നേ അങ്ങനെ പല സ്ഥലത്തുനിന്നും അറിയാൻ വേണ്ടി പറ്റിയ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതാണ്, നമ്മുടെ ഈ KSRTC ടെർമിനലിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ മെയിൻ ബിൽഡിങ്ങിലുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള ആ ബിൽഡിങ്ങിലുണ്ട്. ഇപ്പോൾ ഒരു മഞ്ഞ എഴുത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സെൻട്രൽ കഫേ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിലുണ്ട്. അതല്ലെങ്കിൽ KSRTCൻ്റെ ഈ ടെർമിനലിൻ്റെ ഉള്ളിലുണ്ട് എന്തുണ്ട്, ഡോർമെറ്ററി ഉണ്ട്. അപ്പോൾ നമ്മുടെ മുംബൈയിലൊക്കെ ഉള്ളതുപോലെ അത്രയും ചീപ്പല്ല. കാരണം മുംബൈയിൽ നമ്മൾ പെർ ഡേ 100 രൂപയും അല്ലെങ്കിൽ 150 രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു നൈറ്റ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ വെച്ചാൽ 12 മണിക്കൂറിന് 250 രൂപ ഒരു ബെഡിന് കിട്ടുന്ന ഡോർമെറ്ററി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാളൊക്കെ വരുമ്പോൾ നമ്മൾ റൂം എടുക്കുന്നതിന് പകരം ചീപ്പായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡോർമെറ്ററീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഞാനും. പെർ ഡേ 12 മണിക്കൂറിന് 250 രൂപ കൊടുത്തിട്ട് ഒരു ബെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബോണക്കാടേക്ക് KSRTC ബസ് ഉണ്ട് 5 മണിക്ക്. അപ്പോൾ നമ്മൾ അതിൽ പോകണം. അതിൽ പോയാൽ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ പെർമിറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നാളെ രാവിലെ പോകുന്നതും പരിപാടികളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ തുടരെ വരാം. ഇന്നിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചുമ്മാ വേണമെങ്കിൽ ഇവിടെയൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാം. അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ കടന്ന് റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ നാളെ 2 ദിവസം 3 ദിവസം ട്രക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ റൂമിൽ കടന്ന് റെസ്റ്റ് എടുക്കാം. പിന്നെ നാളെ രാവിലെ നേരത്തെ എണീക്കും വേണം. അപ്പോൾ നമുക്ക് തുടരെയുള്ള വീഡിയോയിൽ ട്രക്കിങ്ങിൻ്റെ, നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഒരു 4 മണിക്ക് തന്നെ എണീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ എന്താ കണ്ടോ KSRTC ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ, ആ തൊട്ടപ്പുറത്ത് ആ ഡോർമെറ്ററി തന്നെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിലും ഡോർമെറ്ററി ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല സ്റ്റേയും പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഒറ്റയാളൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ പരിപാടി. അതിന് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ 4, 5, 6 അങ്ങനെയൊക്കെ വരുന്ന ടെർമിനലിലാണ് ബോണക്കാടേക്കുള്ള ബസ്സുകൾ ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലേതിലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കയറി നോക്കട്ടെ. കുറേ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ബോണക്കാടേക്കുള്ള ബസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നെടുമങ്ങാട് വിതുര ബോണക്കാട്. അപ്പോൾ അതിനുള്ളിൽ കയറാൻ കുറേ ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ട്രക്കിങ്ങിന് പോണത് ആണൊക്കെ തോന്നുന്നത് കണ്ടിട്ട്. അവിടെ എത്തുമ്പോൾ അറിയാമല്ലോ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കയറാം. അപ്പോൾ നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ബോണക്കാട് എത്തുന്നതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പിലേക്ക് വന്നിട്ടോ. അവിടേക്ക് വരേണ്ട കാര്യമില്ല. അതിൻ്റെ കുറച്ച് മുന്നേ താഴത്ത് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് പോകാൻ. നമുക്കറിയാത്ത കാരണം നമ്മൾ ആ ബസ്സിൽ ടോപ്പിലേക്ക് കയറി വന്നു. അപ്പോൾ ഇനി വരുന്നവർ ശ്രദ്ധിക്കാം, ഏറ്റവും ടോപ്പിലേക്ക് പോകേണ്ട അവരുടെ താഴെ തന്നെ പറഞ്ഞാൽ മതി. അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകാനാണ് പറയുമ്പോൾ വഴിയിൽ ഇറക്കി വിടും. ഇനിയിപ്പോൾ എന്തായാലും ബസ് താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ പോയി
ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയിരുന്നതിലുണ്ട്. അപ്പോൾ ബസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കയറി അവിടെ പോയി ഇറങ്ങാം. പിന്നെ എന്താ വെച്ചാൽ അടിപൊളി കാറ്റാണ് ഇവിടെ, നല്ല കാറ്റാണ്. ഒന്നാമത് വൃശ്ചിക മാസമാണ്, അതിൻ്റെ കാറ്റുണ്ട്. ഈ ഏരിയയിൽ വന്നിട്ടുള്ള ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല കാറ്റുണ്ട്, അടിപൊളി നല്ല ക്ലൈമറ്റും തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി അഗസ്ത്യാർകൂടം പോകേണ്ട സ്ഥലത്ത് അവിടെ ഇവിടെ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്, ഈ ബോണക്കാട് പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഇറങ്ങേണ്ടത്. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടോ, അവിടെ ചെറിയ കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടാകുമെന്ന്, നമുക്കത് നടന്നു പോയിട്ട് ചെക്ക് പോസ്റ്റിലേക്ക് എത്താം. അതിന് മുകളിലൊരു എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ഇതെനിക്ക് വന്നത് ഇതൊരു എസ്റ്റേറ്റ്, ബോണക്കാട് എസ്റ്റേറ്റ്. ഇത് പക്ഷേ ഇപ്പോൾ ആകെ പൊളിഞ്ഞ് വർക്കിംഗ് ഒന്നും അല്ലാതായിട്ട് കിടക്കുന്ന ഒരു സാധനം ഉണ്ടാവും. അതിൻ്റെ എന്തൊരു ഫാക്ടറി ആയിരുന്നു, ടീ ഫാക്ടറി എന്തായിരുന്നു തോന്നുന്നത്. അപ്പോൾ ഇതിന് അടുത്ത് കൂടെയാണ് അങ്ങോട്ടുള്ള വഴി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ ആ ഫാക്ടറിൻ്റെ അതിലൂടെ അങ്ങ് വന്നു കഴിഞ്ഞാലേ ഇവിടെ ഒരു ഹോട്ടൽ പൊതിക്ക എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് 2 കിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടുന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക്. പക്ഷേ അവിടെ സീസണിൽ മാത്രമേ ആ ഭാഗത്ത് ഫുഡ് അവൈലബിൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓഫ് സീസൺ ആയത് കാരണം ഇപ്പോൾ ഈ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നമ്മുടെ ഫോറസ്റ്റ് ആ ചെക്ക് പോസ്റ്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഉച്ചയ്ക്കുള്ള ലഞ്ചും നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് പാക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ഒരു കടയും പിന്നെ അതിൻ്റെ താഴത്തൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലൊക്കെ ഫുഡൊക്കെ അടിച്ച് ബാക്കിയുള്ള പാക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് വന്നിട്ട് ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ടേ നമ്മൾ ഈ അഗസ്ത്യമല ഔഷധ സസ്യ സംരക്ഷണ മേഖലൻ്റെ ചെക്ക് പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഈ വണ്ടികൾ, ഇവിടെ വരെ വണ്ടിയിലൊക്കെ വരാം, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ബസ്സിൽ വന്ന കാരണം അവിടെ നിന്ന് കൊണ്ട് എന്തായാലും 2 കിലോമീറ്റർ നടന്നു വരണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. വേറെ കുറച്ച് ടീമുകളും കൂടെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഓൾറെഡി കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കയറുന്നതും കാര്യങ്ങളൊക്കെ ഇനി വഴിയിൽ നിന്ന് കാണാം. ഇവിടെയാണ് നമ്മുടെ ആ ഫോറസ്റ്റ് ചെക്ക് പോയിൻ്റ് ഉള്ളത്. പിന്നെ ഇവിടെ ഭക്തിയുടെ പുറത്ത് വരുന്ന കുറേ ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കയറി വന്നപ്പോൾ വേണ്ട കുറേ ആളുകളുണ്ട്. കുറച്ച് ആളുകളൊക്കെ എനിക്ക് വന്ന് കയറി തിരിച്ച് ഇറങ്ങി പോകുന്നവരുണ്ടാവും. പിന്നെ നമ്മുടെ ബാഗിൽ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ നമ്മൾ കുമാരപർവ്വതം പോയ പോലെ തന്നെ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കണം. അപ്പോൾ ആ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. പിന്നെ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഫ്രഷ് ആവാം. പിന്നെ നമ്മുടെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത സാധനമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ, ID പ്രൂഫൊക്കെ. അപ്പോൾ നമ്മളത് ചെയ്യട്ടെ ഇനി എന്തായാലും. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിങ്. അപ്പോൾ അത് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് നമ്മൾ ബാഗുകളൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്തു. ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കും പിന്നെ പെർഫ്യൂംസ്, ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെ ഒന്നും നമ്മുടെ ബാഗിൽ പാടില്ല. ആ സാധനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഇല്ലെന്ന് ഉറപ്പ് വരുത്തി. നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. ഗൈഡിൻ്റെ പേര് പറഞ്ഞത് മഹേന്ദ്രനാണ്. ഇവിടെ പേര് കോട്ടൂർ അല്ലേ വീട്. അപ്പോൾ ആളാണ് നമ്മുടെ കൂടെ ഗൈഡായിട്ട്, ഒരു പയ്യനാണ്. അപ്പോൾ അത് കാരണം ആൾ ഫുള്ള് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് വിചാരിക്കണം. പിന്നെ നമ്മുടെ കൂടെയുള്ള ടീമിൽ ഇതാണ് നമ്മുടെ ടീം ലീഡർ അനൂപ് ഫ്രം പത്തനംതിട്ട. പിന്നെ നമ്മുടെ പൊന്നാനിക്കാരൻ ജിഷ്ണു. പിന്നെ നമുക്ക് അഖിൽ എറണാകുളം. പിന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആൾ ആക്ച്വലി ക്യാൻസൽ ചെയ്തു അവസാന നിമിഷത്തിൽ. പിന്നെ കുറേ ടീമുകളുണ്ട് കേട്ടോ, ഓൾറെഡി അവരൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ കാട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അതൊക്കെയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നമ്മളതിൽ ആദ്യത്തെ ഒരു 12 കിലോമീറ്റർ റീച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു വഴിയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നടന്നു പോവാം. അങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മളവിടെ പോയി സ്റ്റേ ചെയ്യും. നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തുണ്ടാവും. പിന്നെ നമുക്ക് അവിടെ സ്നാക്സും ചായയൊക്കെ കിട്ടും. പിന്നെ രാത്രി കഞ്ഞി കിട്ടും. അതും കുടിച്ചിട്ട് നാളെ രാവിലെ വേണം നമ്മൾ പിന്നെ അടുത്ത സ്ട്രെച്ച് ടോപ്പിൽ പോയി വരാൻ. അത് നാളെ തന്നെ തിരിച്ച് പോയി ഇറങ്ങി വരും. എന്നിട്ട് അവിടെ തന്നെ വീണ്ടും സ്റ്റേ ചെയ്യും. എന്നിട്ട് മറ്റന്നാൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ തിരിച്ചും ഉടനെ നടന്നു പോരുന്ന പരിപാടിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാനുള്ളത്. പിന്നെ നമ്മൾ ഈ അഗസ്ത്യാർകൂടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം 6200 അടി
സമുദ്രനിരപ്പിൽ നിന്നും ഹൈറ്റുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ സസ്യവൈവിധ്യങ്ങൾ ഏകദേശം 2500ഓളം അതിൽ കൂടുതലൊക്കെ സ്പീഷീസുകൾ പല രീതിക്കുള്ള സസ്യങ്ങളും ഉണ്ടെന്നൊക്കെ പഠനം നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ റിലേറ്റഡ് ആയ റിസർച്ച് പരിപാടികളൊക്കെ നടക്കാനും അതിൻ്റെ ആളുകളൊക്കെ ഇവിടെ വരുന്നതാണ്. ഭയങ്കര കാറ്റാട്ടോ, ഞാൻ പറയുന്നത് തന്നെ ക്ലിയർ ആയിരിക്കില്ല, എന്നാലും ഭയങ്കര കാറ്റാണ്. ഓ നല്ല സുഖമുണ്ട്. പിന്നെ ഇതുകൂടെ നടന്നു പോകാൻ റിസ്ക് ഒന്നുമില്ല, സിമ്പിളായിട്ട് നടക്കാം. പിന്നെ ഈ റൂട്ടിൽ പല സമയത്തും ഇതിലൂടെ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞത് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ആന വന്നിട്ടുണ്ട്, കാട്ടുപോത്ത് വന്ന് കുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മുകളിലൊക്കെ ചില ആളുകൾ വീണിട്ട് ഇതുപോലെ കണ്ണിൽ കമ്പ് കുത്തി കയറുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരു തവണ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ പോകാൻ. പിന്നെ നടന്നു പോകുമ്പോൾ അറ്റാക്ക് വന്ന സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള ആളുകൾ പരമാവധി സൂക്ഷിച്ചിട്ടും അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ. ഈ കാട്ടിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇതല്ലാതെ ഇങ്ങനെ കാട്ടിലൂടെ നടക്കാനുള്ള ഇപ്പോൾ നമ്മൾ പെർമിറ്റഡ് ആണ് ഇതിലൂടെ നടക്കാനുള്ളത്. ഫോറസ്റ്റിലൂടെ നടക്കാൻ പെർമിറ്റഡ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ബോധർ ചെയ്യാതെ നമുക്കിങ്ങനെ നടന്നു പോവാം. പിന്നെ അഗസ്ത്യാർകൂടത്തിന് നമ്മൾ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഒരു ECG എടുത്തിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. അതിവിടെ നിർബന്ധമാണ്. അപ്പോൾ അത് എടുത്തിട്ട് വേണം വരാൻ. പിന്നെ പരമാവധി ഇങ്ങോട്ട് വരുമ്പോൾ പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഇതുപോലെ ഇഷ്ടംപോലെ നമ്മുടെ എന്തുണ്ട്, ഇതുപോലെ അരുവികളുണ്ട്. ഇങ്ങനെ ഒരു 10-36 വാട്ടർഫോൾസോ അരുവികളൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് പുഴയിൽ നിന്ന് കുളിക്കുക വെച്ചാൽ ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇനി ഒരു പുഴയിൽ നിന്ന് കുളിക്കാനുള്ള സൗകര്യം സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകളുണ്ട്. നല്ല കാറ്റുള്ള കാരണം വേർക്കുണ്ടെങ്കിലും നല്ല സുഖമുണ്ട് നമുക്ക്. എന്താണിത്? കരടിയോ? അമ്പോ, ഇത് ഈ കാണുന്നത് കരടിയുടെ കാഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ കരടിയും ആനയും കാട്ടുപോത്തും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇവർ നമ്മളെ കൂടെ ഈ ഗൈഡുകൾ ഉള്ളത് കാരണം അവരൊക്കെ എന്താ വെച്ചാൽ അധികം ആൾക്കാരും ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരിവിടെ ഗൈഡുകളായിട്ട് വെക്കുന്നതാണ്. അവർക്ക് ഇങ്ങനെ ഓരോ അവരുടെ എത്ര റേറ്റിനെന്ന് പറഞ്ഞിട്ട് അവരെ വെക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ കാടിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫുൾ ഡയറക്ഷനിൽ നമുക്ക് ഇതിലൂടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് നടന്നിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുഴപ്പം തോന്നില്ല. പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഉപയോഗം ഇവരുടെ ഗുണവും മനസ്സിലാവുന്നത്. പക്ഷെ ഇതിൽ പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ വെറുതെ ഗൈഡുമാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിൻ്റെ ഒരു പാളിച്ചാണ്. അതായത് ഇവരിപ്പോൾ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഇപ്പോഴും ടൈമിൽ ഇവരുടെ പേയ്മെൻ്റ് ഒന്നും കിട്ടിപ്പോകുന്നില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ 7-8 മാസമായിട്ട് ഇവരെ പേയ്മെൻറ്റ് ഇവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അവർ ഗൈഡായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്തിടും, കാശ് എപ്പോഴേലൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ വെറുതെ അവരുടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം ഒന്നും കൂടി ക്ലിയർ ആവണം, സെറ്റപ്പ് ആവണമൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനല്ലേ പറ്റുള്ളൂ. പിന്നെ ഈ അഗസ്ത്യാർ മലയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു കഥകളുണ്ട്, ഇതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്.
അപ്പോൾ എല്ലാ കഥകളും ഇപ്പം തന്നെ പറയണ്ടല്ലേ, നമുക്ക് കുറേ കിലോമീറ്ററുകളോളം നടന്ന് കയറാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് കഥകൾ ഇവരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പറയാം. പിന്നെ ഈ പോകുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ മരങ്ങൾ, പിന്നെ ഈ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ വഴിയൊക്കെ ഒരു നല്ല വെട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നടന്നു പോകാനുള്ള ചുറ്റും കുറച്ചൊക്കെ അടിക്കാടുകളൊക്കെ വെട്ടിയിട്ട് ഇവിടെ അങ്ങനെ ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ റിസ്ക്കൊക്കെ ഇല്ലാതെ അങ്ങനെ നടന്നു പോകാം നമുക്ക്. ആ നമ്മുടെ വേറെ ടീമിൻ്റെ കൂടെ വന്നൊരു ചേട്ടനാട്ടാ ഗൈഡ്, ആദിത്യൻ അല്ല ചേട്ടാ? ആദിത്യൻ. ആ ചേട്ടൻ പറയണേ, നമ്മൾ ഈ നടത്തം നടക്കാൻ ചില 8 മണി കഴിഞ്ഞാൽ അവിടെ എത്തില്ല. നമ്മൾ കുറച്ച് ചിലവായിട്ട് നടക്കണുള്ളൂ കേട്ടോ. കാരണം അവിടെ ഓടിപ്പോയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, നമ്മളിങ്ങനെയൊക്കെ തന്നെ പോകണം. പിന്നെ ഇങ്ങനെ പോയിട്ട് നമ്മളിനി പുഴയിൽ പോയിട്ട് കുളിയും കുളിക്കും. അപ്പോൾ ഏകദേശം സമയം കറക്റ്റാവും. നമ്മുടെ മുന്നിലുള്ള ടീമൊക്കെ ഓടി പോയിട്ടുണ്ട് കേട്ടോ. 5 മണിക്കെങ്കിലും ക്യാമ്പിൽ എത്താൻ നോക്കണം. ആന ശല്യം ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ആന ഫിലിം അതിനെ കൊണ്ട് 5 മണിക്കെങ്കിലും അങ്ങ് ക്യാമ്പിൽ എത്തേണ്ട രീതിയിൽ നടക്കും. അതാ പറഞ്ഞേ. അപ്പം എന്തായാലും കുറച്ചും കൂടെ ഫാസ്റ്റായി നമുക്ക് നടക്കാം കേട്ടോ. കാരണം 5 മണിക്ക് ഇതെന്താ സാധനം? ഇതാണ് നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ പോയിന്റ് സീസൺ ട്രക്കിങ്ങിൽ. ഇത് സീസൺ ട്രക്ക്. സീസൺ ട്രക്കിങ് ഓരോ 2 കിലോമീറ്ററിൽ അങ്ങനത്തെ സാധനമല്ലേ? ഓരോ 2 കിലോമീറ്ററിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ഗൈഡ്സ് കൊടുന്ന് ആക്കിയിട്ടിട്ട് പോകും. ഇതാണ് ലാത്തിമൊട്ട ക്യാമ്പ്. അങ്ങനെ ഓരോ സ്ഥലത്ത് കൊടുന്നാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത ഗൈഡ് എടുത്തിട്ടാണ് പോവാം. അപ്പോൾ ഒരു 5 മണിക്ക് മുന്നെങ്കിലും നമ്മൾ ക്യാമ്പിലെത്തിയില്ലെങ്കിൽ ആനശല്യമുണ്ട്, ആനയുടെ പ്രശ്നമുണ്ടെന്നാണ് അപ്പോൾ ആദിത്യ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് നടക്കാം. ഇനി അഗസ്ത്യാർകൂടം ആകെ 16.5 കിലോമീറ്റർ ഉള്ളൂ. അല്ല, അഗസ്ത്യാർകൂടെ 10 കിലോമീറ്റർ. അതിരൂമല ബേസ് ക്യാമ്പിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുക. അവിടേക്ക് ഇനി 10 കിലോമീറ്റർ ഉള്ളൂ. ഇതങ്ങനെ ഇതിനൊരു ഡിഫിക്കൽറ്റി ലെവൽ ഈ ട്രക്കിങ്ങിന് പൊതുവേ പറയാറ് മോഡറേറ്റ് ഓർ ഡിഫിക്കൽട്ട് എന്നാണ്. പക്ഷെ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സീനൊന്നായിട്ട് ഈ ഭാഗത്തില്ല. മോഡറേറ്റ് അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ നടക്കാൻ പറ്റണമെന്നേ ഉള്ളൂ. വേറെ ഇപ്പം ഹള്ളി പിടിച്ച് കയറാനോ കുത്തി മറയാനൊന്നുമില്ല. നടന്നിട്ടുള്ളൊരു കപ്പാസിറ്റി വേണം. അങ്ങനെ മുന്നിലേക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കയറി ഇങ്ങനെ വന്ന് കുഞ്ഞു അരുവികളൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ഇത് അത്യാവശ്യം നല്ല അരുവികളായിരിക്കും. പിന്നെ ഇവിടെ നല്ല മഴയുള്ള സമയത്ത് ഇവിടെ ട്രക്കിംഗ് നിർത്തി വയ്ക്കുന്ന പറഞ്ഞേ. കാരണം നമുക്ക് 2 വലിയ ആറുകൾ, ഏതൊക്കെ ആറായിരുന്നു ഇവിടെ മഹേന്ദ്ര? അത് കരമനയാറോ? 3 പിന്നെ ഇത് പുഴകൾ, അതായത് കരമന, അട്ടയാർ, വാഴപ്പഴന്തിയോ, അതൊക്കെ മുറിച്ച് കടന്ന് പോകാണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ അതിലൊക്കെ നല്ല വെള്ളമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം മഴക്കാലത്ത് ഇവിടെ നിർത്തി വയ്ക്കും. പിന്നെ ഇത് ടെറൈൻ റിസ്ക് ഇല്ലെങ്കിലും ഇതിൻ്റെ ഹൈറ്റ് പതുക്കെ ഇങ്ങനെ കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീല് നമുക്കറിയാം. നമ്മൾ കതച്ച് കയറിപ്പോവും. പിന്നെന്താ വെച്ചാൽ മരങ്ങൾ തിക്കായി നിൽക്കുന്ന കാരണം, പിന്നെ പൊതുവേ ഇന്നത്തെ ക്ലൈമറ്റും വെയിലില്ലാത്തൊരു ക്ലൈമറ്റാണ് അത് തോന്നുന്നത്. അത് കാരണം വലിയ സീനില്ല. കിതപ്പൊക്കെ ഉണ്ടാവും, അത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോകുന്ന വഴിയില്ലേ ഇവിടെ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അരുണിൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. നിന്റെ പേരെന്താ? ഹരിപ്രസാദ്. നീ പത്തനംതിട്ടക്കാരൻ തന്നെ? ആലപ്പുഴ. ഓക്കെ. അപ്പോൾ ആള് 2 ദിവസം മുന്നേ കയറി പോയതാണ്, തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മളാണ് ഏറ്റവും ബാക്കിലുള്ള ടീം. എന്നിരുന്നാലും നമുക്കൊരു പേടിയൊന്നുമില്ല അല്ലേ? മഹേന്ദ്രൻ ഉണ്ടല്ലോ, ആന വന്നാലും മഹേന്ദ്രൻ. പാമ്പിനെ പേടിയെന്ന് പറഞ്ഞു. പാമ്പിനെ കണ്ടാൽ ഞാൻ ഓടുന്ന പറഞ്ഞത്. ഇവിടെ പാമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, പക്ഷേ ആൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ചുരുട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും നടന്നു വരികയാണ്. അപ്പോൾ അവിടെ കുഞ്ഞു അരുവികളും ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ നടന്നു പോകാറുണ്ട്. നമുക്ക് എന്താ അനുഭവിക്കുന്നൊരു ഫീലുണ്ടല്ലോ, നല്ല ക്ലൈമറ്റും. പിന്നെ പൊതുവേ നമ്മൾ ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോറസ്റ്റ് ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് നമ്മുടെ ശരീരത്തിന് നന്നായി ടയേർഡാക്കും നമ്മൾ. അതായത് നടന്ന് നമ്മൾ ടയേർഡാവും സ്വാഭാവികമായിട്ട്, നമ്മളാക്കുന്നില്ല, ആവും. അങ്ങനെ ആവുമ്പോൾ പ്രകൃതിയുടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കുറേ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ബോഡി വേർത്തിട്ടുണ്ടാവും, എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ അടിപൊളി കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിന് പ്രത്യേക ഒരു കുളിർമാണ്.
നമ്മൾ എയർ കണ്ടീഷൻഡ് സാധനത്തിലിരിക്കുന്ന ആ ഒരു തണുപ്പിൻ്റെ സുഖമൊന്നുമല്ല അതിന്. ഇതൊരു മനസ്സും കൂടിയും കുളിരുന്ന രീതിക്കുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അടിപൊളി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പതുക്കായി ട്രക്കിങ്ങിലൂടെ നമ്മുടെ അഗസ്ത്യമുനിയെ കുറിച്ചിട്ടുള്ള കഥകളും ആലോചിച്ച് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ അഗസ്ത്യമുനിയുടെ കഥ പറഞ്ഞു വന്നപ്പോൾ ഇവിടുത്തെ ഒരു കഥ, ഒരുപാട് കഥകളുണ്ടാവും. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ഉള്ള കുറേ കഥാപാത്രങ്ങളാണല്ലോ നമുക്ക് ഈ പറയുന്ന അഗസ്ത്യമുനിയും ഒക്കെ. നമ്മുടെ സപ്തർഷിമാരിൽ ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അഗസ്ത്യമുനിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇതിനൊരു അഗസ്ത്യാർമല അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അഗസ്ത്യമുനി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു കഥ എന്ന് പറയപ്പെടുന്നത്, പണ്ട് ശിവപാർവതി കല്യാണ സമയത്ത് എല്ലാ ദേവന്മാരും കൂടെ ഇവിടേക്ക് പോയി, അവിടേക്ക് കൈലാസത്തിലേക്ക് പോയി കല്യാണം കൂടാൻ. അപ്പോൾ ശരിക്കും ഭൂമിയുടെ ബാലൻസ് പോകാൻ തുടങ്ങിയിട്ട് കൈലാസത്തിൻ്റെ അവിടെ താവാൻ വേണ്ടി തുടങ്ങിയത്രേ. അപ്പോൾ ശിവൻ, ഈ അഗസ്ത്യ മുനി എന്ന് പറയുന്നത് ശിവനായിട്ട് നല്ല ടേംസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ശിവൻ നേരിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചു, നിങ്ങൾ ഇവിടേക്ക് സൗത്തിലേക്ക് പോകും, അങ്ങനെ അവിടെ പോയിട്ട് എന്തെങ്കിലും പരിഹാരം ചെയ്ത് സെറ്റാക്കിയിട്ട് തപസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഇന്ന് കഥകളുണ്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ അങ്ങനത്തെ ഓരോ പുരാണങ്ങളിൽ കഥകൾ ഇങ്ങനെ പല കഥകളുണ്ടാവും. പക്ഷെ ഇതിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറേ ട്രൈബൽ കമ്മ്യൂണിറ്റികളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഈ ഗൈഡുകളൊക്കെ എടാ മഹേന്ദ്രങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? കോട്ടൂർ. ആ കോട്ടൂർ എന്ന് പറയുന്ന അവിടെ സെറ്റിൽമെൻറ്റ് കോളനി ഉണ്ട്. അപ്പോൾ നമ്മുടെ കാട്ടാക്കടയ്ക്കൊക്കെ അടുത്ത്. അപ്പോൾ അവരുടെ അവിടുത്തെ ഈ കോളനിയിലുള്ള പഴയ ആളുകളുടെ അവരിങ്ങനെ ഈ കാട്ടിലേക്കൊക്കെ കയറി അവരെ ഓരോ ആരാധനാമൂർത്തികളെ അവിടെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും നമ്മൾ ഈ മലനിരകളിൽ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെ അടുത്തുള്ള മലനിരകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉണ്ടാവും. അവരുടെ ആരാധനാ ക്ഷേത്രങ്ങൾ ഏതെങ്കിലും മലയുടെ മുകളിൽ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് അവർ കാലങ്ങളായിട്ട് വർഷത്തിലൊരിക്കൽ അവിടെ പൂജകളും പരിപാടികളൊക്കെ നടത്തുന്നതായിട്ട് അവരുടെ ഇതുണ്ടാവും. അങ്ങനെ അവരുടെ ഒരു അമ്പലം ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന അതിരുമല ബേസ് ക്യാമ്പിൻ്റെ അടുത്തുണ്ട്. അവിടെ ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ അവിടെ പ്രോഗ്രാം നടത്താറുണ്ട് എന്നാണ് ഇവരുടെ കോളനിത്തെ ആളുകളാണ് അത് നടത്തുന്നതെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ ആളുകളും പുറത്തു നിന്നുള്ള ആളുകളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ പാടെ അത് കയറി വരുമ്പോഴൊക്കെയാണ് പിന്നെ ഇത് ട്രക്കിങ്ങും അവിടേക്ക് ഇതുപോലെ ആളുകൾ വരുന്ന പരിപാടികളും പാസുകൾ വെക്കലും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ വന്ന് കണ്ടു പോകാനുള്ളൊരു അവസരം കൂടെയാണ്. ഈ കാടിനെ അറിയാനും അനുഭവിക്കാനും ഒക്കെ കിട്ടുന്ന അവസരം കൂടെയാണെന്നുള്ളതുകൊണ്ട് ഒരു രസം. കഥകളൊക്കെ ഒരു സൈഡിൽ കൂടെ പോട്ടെ, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വന്ന് കാണാൻ എൻജോയ് ചെയ്യാം. പിന്നെ പഴയ കാലങ്ങളിൽ നമുക്ക് ഈ അഗസ്ത്യർകൂടം മലയിലേക്ക് ആളുകൾ, അത് മിക്കവാറും നമ്മുടെ ഈ പുറത്തുള്ള ആളുകളായിരിക്കില്ല, ഈ ട്രൈബൽ അവിടുത്തെ ആളുകളൊക്കെ ആയിരിക്കും. അവർ കാട്ടിൽ നിന്ന് വല്ല വിറകെടുക്കാനോ തേനെടുക്കാനോ ഒക്കെ ഈ അഗസ്ത്യർകൂടക്ക് പല വഴികളിലൂടെയൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് കുറേ നാട്ടിൽ നിന്നുള്ള ആളുകളും പല വഴികളിലൂടെയൊക്കെ, അന്ന് ഫോറസ്റ്റിൻ്റെ പെർമിഷനൊന്നും ആവശ്യം, അത് വർഷങ്ങൾ മുന്നേ, ഈ 2010-നും അതിനും ഒക്കെ മുന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഈ ഫോറസ്റ്റ് ട്രക്കിംഗ് തുടങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാട്ടാക്കടയിൽ നിന്ന് വരുന്ന ആ വഴിയിലൂടെയും ട്രക്കിംഗ് റൂട്ട് ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഈ റൂട്ടുള്ളത് നമ്മുടെ ബോണക്കാട് വഴി മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ അഗസ്ത്യർകൂടത്തിൻ്റെ അതർ സൈഡിൽ ശരിക്കും തമിഴ്നാടിൻ്റെ റിസർവ്ഡ് ഫോറസ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ അവിടെ കടുവയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് കടുവയുടെ പ്രസൻസ് ഈ ഏരിയകളിലും ആ ഏരിയകളിൽ അതിൻ്റെ അടുത്തുള്ള ഏരിയകളിൽ നന്നായിട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊന്നും ആളുകളെ ഇപ്പോൾ അതിലൂടെ കയറ്റി വിടുന്നില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ പോലും കേരളത്തിൽ വന്നിട്ട് ഈ റൂട്ടിലൂടെയാണ് ട്രക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറേ ഭക്തർ നമ്മുടെ മുന്നിൽ പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഭക്തരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇതിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിലൂടെ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മഹേന്ദ്രൻ പറയുന്നത് അവൻ കരടീനെ ഈ റൂട്ടിൽ നിന്ന് എവിടുന്നോ കണ്ടിട്ടുണ്ട്, കടുവേനെയും കണ്ടിട്ടുണ്ട്, പിന്നെ മരപ്പട്ടി, മലയണ്ണൻ, ആ സാധനങ്ങളൊക്കെ ഈ റൂട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും എന്ന് പറയണു. പിന്നെ മയിലുകളൊക്കെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ അവിടെ, അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ലാവിഷായി തുടങ്ങിയാണ്. മയിലൊന്നും ഒരു സീനല്ല. മയിൽ പന്നിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ലാവിഷാപ്പം.
അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരൊറ്റ സമയത്തല്ലേ ഈ ട്രക്കിങ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഗൈഡുമാരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മഹേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 2.5-3 വർഷത്തോളമായി ഇവിടെ പല സമയത്തായിട്ട് ഇതുപോലെ ട്രക്കിങ്ങിന് ഗൈഡായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു അടുത്ത് ചോദിക്കുമായിരുന്നു അവൻ്റെ ലൈഫിൽ ഇവിടെ ഉള്ള സമയത്ത് ഉണ്ടായ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ആ ട്രക്കിങ്ങിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്ന തമിഴ്നാട്ടിലുള്ള ഒരു ചങ്ങായി ഒരാൾ അവിടെ ടോപ്പിലെത്താറാവുന്ന സമയത്ത് അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയിന്ന് അനുഭവങ്ങൾ. പിന്നെ ആളൊക്കെ അവരുടെ അവിടെ നിന്ന് എടുത്ത് അവരുടെ അപ്പുറത്ത് ഗ്രാമം വഴി ഇറക്കി കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതുപോലെ ട്രക്ക് ചെയ്ത് പോകുമ്പോൾ ആനയൊക്കെ വഴിയിൽ വന്നിട്ട് ആന മാറി പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവം, ഇതുപോലെ പുഴയിൽ വെള്ളം കയറിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവം, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന ഫുൾ അനുഭവങ്ങളൊന്നും ഒറ്റ ട്രക്കിങ്ങിലൊന്നും കിട്ടില്ല. നമ്മൾ വന്ന് കിട്ടുന്ന അനുഭവം അനുഭവിച്ച് പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ അവർ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. വീഴലടാ എന്താ അനുഭവം തളർന്നോ? നമ്മളെ കൂട്ടത്തിൽ ഡോക്ടറുള്ള കാരണം നമ്മൾ കുറച്ചും കൂടി ധൈര്യത്തിലാണ് നടന്നുകൊണ്ട് പോകുന്നത്. അനുഭവം ഒരു ഡോക്ടറാണ്. പിന്നെ നമ്മളിത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നടക്കാൻ നമ്മൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ പോലുള്ളവർക്കേ ബുദ്ധിമുട്ടുള്ളൂ. ഇതിപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ മഹേന്ദ്രൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ വേണമെങ്കിൽ ഇതിപ്പോൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് പോന്നിട്ട് ഏറ്റവും ടോപ്പിലറ്റം പോയിട്ട് തിരിച്ചു വരാൻ വരെ റെഡിയാണ്. അപ്പോൾ അവന്മാർക്ക് ഇതൊന്നൊരു ഒത്തിരിയുള്ള കാര്യമല്ല. അവരൊക്കെ അതിനനുസരിച്ച് ഫിറ്റുമാണ്. പിന്നെ അവർക്ക് ഇത് കൂടെ പോകുന്നതിൽ റൂട്ടൊക്കെ അത്രയും വെൽ എക്സ്പീരിയൻസ്ഡാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മളിത് പെട്ടെന്ന് ഓടിപ്പോകണ്ടെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ ഏരിയയിലൊക്കെ നമ്മൾ കണ്ടാസ്വദിച്ച് നമുക്കിതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകാന്നുള്ളതുകൊണ്ടും കൂടിയാണ് നമ്മൾ പതുക്കെ നടക്കുന്നത്. അല്ലാതെ അപ്പോൾ നമുക്ക് കുറച്ച് ഓടിപ്പോകാനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി സ്പീഡിലൊക്കെ പോവാം. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് കരമനയാറിൻ്റെ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതിനിടയിലൊരു സ്ഥലത്ത്. അപ്പോൾ ഇതിലൂടെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചപ്പോൾ ഇവിടേക്ക് പലവരും കുറേ സമയമൊക്കെ ഇട്ട് അതായത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 10 തവണ കൂടുതലൊക്കെ ആൾക്കാർ വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെന്താ വെച്ചാൽ എത്രയൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളിതിലൂടെ പോകുമ്പോൾ ഇവർ ഗൈഡുമാർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. അതായത് നമ്മൾ ഇത് കൂടെ വന്നിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടത്തിന് ഇതിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി തെറ്റി പോവുകയൊക്കെ ചെയ്യും. അത് നമ്മൾ ഒരിക്കലും ആ പരിപാടിക്കാൻ നിൽക്കരുത്. പിന്നെ അപകടങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവർ പറയുന്നത് ഫുള്ള് അനുസരിച്ച് പോയാൽ തന്നെ നമ്മളിപ്പോൾ കാലി തന്നെ വീഴുന്നതോ ഇതൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇവർ പറയണ അനുസരിക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിഞ്ഞു കയറി എന്തൊക്കെ അപകടങ്ങളുണ്ടാവാൻ വേണ്ടി പോകാന്ന്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കൊന്നും ഇവിടെ വരുന്നവർ പോകാൻ പാടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഇവർ പറയുന്നത് അനുസരിച്ചിട്ട് പരമാവധി എൻജോയ് ചെയ്ത് പോകുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതാണ് കരമനയാറ്. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം വെള്ളം കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം കുടിച്ചുകൂടോ? നമ്മൾ കുളിക്കാനുള്ള സ്ഥലം ഇതല്ലല്ലോ. കുളിക്കാൻ 2-4 കിലോമീറ്റർ കൂടെ പോകണം. കുളിക്കാനുള്ള സ്ഥലം നമുക്കിതല്ല, 4 കിലോമീറ്റർ കൂടെ പോയിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുപ്പിയിലൊക്കെ വെള്ളം എടുത്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടില്ല, അങ്ങനെ കരയിൽ നിന്നിട്ട് ബോട്ടിലൊക്കെ വെള്ളം നിറച്ചു. അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു, മുഖമൊക്കെ കഴുകി നല്ല അടിപൊളി സെറ്റായി. അപ്പോൾ അടിപൊളി നാച്ചുറൽ അടിപൊളി വെള്ളമാണ്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് പ്യുവർ വെള്ളം എന്നൊക്കെ നമുക്ക് 100% പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഈ മുകളിൽ ഇതിലിപ്പോൾ പല ജീവികളെന്തെങ്കിലും ചത്ത് കിടക്കുകയോ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഈ വെള്ളത്തിലൂടെ വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റിൽഡ് അല്ല പ്യൂരിഫൈഡ് വാട്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു നാച്ചുറൽ വാട്ടർ എന്ന് പറയാം. അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് കുടിക്കാം. ചിലവരും അതൊന്നും കുടിക്കില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ അതും ശരിയാണ്, ഇതും ശരിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലൂടെ പതുക്കെ അങ്ങനെ കടന്നിട്ടേ ഇപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ചെരുപ്പും കൊണ്ടുവരണം, ഷൂവും കൊണ്ടുവരണം എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ബൂട്ടൊക്കെ ആയിരുന്നു ഇട്ടായിരുന്നേ, ട്രക്കിംഗ് ബൂട്ട്. ഇപ്പോൾ അത് ഊരിയിട്ട് ഞാൻ പതുക്കെ ചെരുപ്പിട്ടു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ചെരുപ്പ് പോരെന്ന് ചോദിച്ചു. അപ്പോൾ ചെരുപ്പിട്ട് പോകണമെങ്കിൽ നല്ലതെന്നാണ് തോന്നുന്നത്.
അപ്പോൾ വെള്ളത്തിലൊക്കെ നമുക്ക് പിന്നെ ഷൂ നനയെന്ന് പേടിച്ചിട്ട് ചാടി കിടന്നു പോകണ്ട, വെള്ളത്തിലൂടെ അങ്ങ് ക്രോസ് ചെയ്ത് അതിൻ്റെ തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങ് പോകാമല്ലോ. അടിപൊളി. അപ്പോൾ അനൂപ് ചെരുപ്പൊക്കെ ഒരു വടിയിൽ കിട്ടുന്നുണ്ട്. ഇവിടെ പിന്നെ നല്ല വെള്ളമുള്ള സമയത്ത് ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ കയറി പോരാം. എന്നാ പോട്ടെ. കണ്ട മഹേന്ദ്രൻ്റെ ഇരുത്തം കണ്ട. ആ നല്ലൊരു പയ്യനാട്ടെ. അതെ അതെ, 2 കിലോമീറ്റർ അല്ല, അതിൽ കഴിഞ്ഞു. ഇപ്പോൾ 4 കിലോമീറ്റർ ആയില്ല മൊത്തം. ഇപ്പോൾ ഒരു 4 കിലോമീറ്ററോളം നമ്മൾ നടന്നു വന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ട് അട്ടയൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോഴാണ് നല്ല അട്ട ഉണ്ടാവുക. ഇപ്പോൾ ചെറിയ തോതിൽ അട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രെയിം നമുക്ക് വരുന്നുണ്ട്. അതായത് മുന്നേ അങ്ങോട്ട് പോയിട്ടുള്ള ഒരു ചേട്ടൻ്റെ ഒരു ഗൈഡാണ്. ആളുടെ ഒരു നായയും കൂടെ കണ്ട. ചേട്ടാ നമസ്കാരം. എന്താ ചേട്ടൻ്റെ പേരെന്താ? പേര് ഫ്രാഞ്ചിസ്. ഫ്രാഞ്ചിസ്. ചേട്ടൻ്റെ ടീംസ് എവിടെ ഇപ്പോൾ? എവിടെ കൂടെ വന്ന ടീംസ്? പോയി. ഓക്കെ, റെഡി. ഇവരൊക്കെ കാട്ടിന്ന് പണി കഴിഞ്ഞു. ഞങ്ങൾ പണിക്ക് പോയതാ കാട് വെട്ടാനേ. ഇവരൊക്കെ കാട് വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് വരുന്ന ആളുകളാട്ടോ. ഈ വഴിയൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആണോ അവരെ കത്തിയൊക്കെ ഉണ്ട്, അമ്പോ വടിവാള്. അവരുടെ നായകൾ കുറേ എണ്ണുണ്ട്, അവരുടെ ഗൈഡ്സ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ 2 കിലോമീറ്ററും കൂടെ കവർ ചെയ്ത് നമ്മുടെ കരമനയാർ ക്യാമ്പ്, അതായത് ക്യാമ്പ് നമ്പർ 3 ആണ്, അവിടെ എത്തി. അപ്പോൾ ഇവിടെ ഒരു ട്രഞ്ചൊക്കെ എടുത്തിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആന വരാതിരിക്കാനാവും. അതിൻ്റെ ഉള്ളിൽ ഒരു ഷെഡൊക്കെ ഉണ്ട്. ആകെ ഇപ്പോൾ കേടുന്നിരിക്കുക, സീസൺ ആകുമ്പോൾ റെഡി ആവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സീസൺ ആകുമ്പോൾ ഒക്കെ സെറ്റൊക്കെ ഉണ്ടാവും അല്ലേ? സീസണിലതൊക്കെ റെഡി ആവില്ലേ? ഇനി നമ്മൾ 2 കിലോമീറ്ററും കൂടെ പോയാൽ നമുക്ക് അടുത്തൊരു സ്ഥലത്തും അവിടെ നമുക്ക് കുളിക്കുകയും നമുക്ക് അവിടെ നിന്ന് ഫുഡ് അടിക്കുകയും ചെയ്യാം. അവിടെ ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി അതുവരെ പെട്ടെന്ന് നടന്നു പോകാം. അങ്ങനെ വേണ്ട, ഇവിടെ മരങ്ങളൊക്കെ വീണ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ചെതലൊക്കെ പിടിച്ച് പൂതലായി ഇങ്ങനെ കിടക്കുന്നു, വലിയ മരങ്ങളൊക്കെ. അവിടെ കുറേ പാറകളുടെ ഇടയിലൂടെ എല്ലാവരും ഇരുണ്ട കുറേ മരങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലം. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഈ അയ്യോ ഇതെന്താ ഒരു ഇതൊക്കെ തേരട്ട, ഇതിൻ്റെ സൈസ് കണ്ടോ? ഇതൊരു 9 ഇഞ്ചേലും ഉണ്ടാവും, ഒരു 9 ഇഞ്ച് ലെങ്ത് ഉണ്ടാവുന്നത്. അതിന് നമ്മൾ ഒന്നും അയ്യോ അതിനെ കണ്ട പേടിയാവട്ടെ. അത് പതുക്കെ തൊടുമ്പോൾ പടയുന്നുണ്ടാവും, പാമ്പ് പോലെ ഉണ്ട്. പോയിക്കോ ഇതൊന്നും കാണിക്കുന്നൊന്നുമില്ല. നിങ്ങളവിടെ ഉണ്ടല്ലേ? നമ്മളവിടെ ഇങ്ങനത്തെ തേരട്ട, നമ്മളെ ചുവന്ന കുഞ്ഞു തേരട്ട ഉണ്ടാവുള്ളൂ. ആണല്ലേ? അത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുറേ ആളുകളുണ്ടല്ലോ, അതായത് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ മഹേന്ദ്രൻ്റെ അച്ഛൻ്റെ ഒക്കെ പോലുള്ള അവർ കുറേ ആളുകൾ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ലേ. അപ്പോൾ അവരൊക്കെ ഇവിടെ കണ്ടോ വന്നിട്ട് നല്ല വൃത്തിക്ക് 2 സൈഡും വഴിയുടെ 2 സൈഡും അടിപൊളിയായിട്ട് പൊന്തൊക്കെ വെട്ടിയിട്ടേ അടിക്കാടൊക്കെ വെട്ടി നല്ല നീറ്റാക്കി ഇട്ടിരിക്കുക. അപ്പോൾ അത് കാരണം ഗുണം എന്താ വെച്ചാൽ ഇവർ നമുക്ക് നടന്നു പോകുമ്പോൾ പല മൃഗങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നിൽ പോയി പെടുന്ന അവസ്ഥയൊക്കെ ഒഴിവാക്കാം. അങ്ങനെ വ്യൂ കിട്ടും, നമുക്ക് മുന്നിൽ തന്നെ നല്ല അടിപൊളി വ്യൂ കിട്ടും. ഒരു രക്ഷയില്ല അല്ലേ? ഫോറസ്റ്റ്. പിന്നെ ചില സമയത്തൊക്കെ ആളുകൾ ഇങ്ങോട്ട് നടന്നു വന്നിട്ടേ ഇടയ്ക്ക് വരെ വെച്ചിട്ട് ഇനി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അപ്പോൾ ഇവർ 2 ഗൈഡൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഗൈഡ് അവരുടെ കൂടെ താഴ്ത്തിക്ക് തന്നെ കൊണ്ടുപോകും. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരു 12,500-ത്തിലധികം
പലവിധ സസ്യ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. അപ്പം അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്താനും റിസർച്ച് നടത്താനൊക്കെ അതിൽ ആ ഫീൽഡിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഇതിനുള്ളിൽ വന്നിട്ട് ഇതുപോലെ ഒരാഴ്ചയൊക്കെ സ്റ്റേ ചെയ്ത് പോകാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ ഈ ബേസ് ക്യാമ്പിൽ വന്നിട്ട് താമസിക്കും. അപ്പോൾ അതിന് അവർക്ക് വരെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്, പെർമിഷനൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതിന് അവരുടെ കൂട്ടത്തിൽ ഇതുപോലെ ഗൈഡിനൊക്കെ വിട്ടുകൊടുക്കും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അഗസ്ത്യാർകൂടത്തിലേക്ക് മുന്നേ ശരിക്കും ഈ നമ്മുടെ ശബരിമല പോലെയായിരുന്നു. ഇവിടേക്ക് സ്ത്രീകളെ പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഇതിന് ഫോറസ്റ്റ് ഉള്ളിലേക്ക്. പക്ഷേ ഇപ്പോൾ എത്ര വർഷമായി അത്? 5-6 വർഷമായില്ലേ? ഒരു 5-6 വർഷം മുന്നേ മുതൽ ഇപ്പോൾ സ്ത്രീകൾക്കും ഈ ട്രക്ക് ചെയ്യാൻ വേണ്ടി വരാം കേട്ടോ. ട്രക്കിംഗ് എന്നുള്ള രീതിക്ക് ഇതിനുള്ളിലേക്ക് വരാമെന്നുള്ളതുണ്ട്. ആണ്ടോ ഇപ്പോൾ അവർ ഇപ്പം വെട്ടിപ്പോയിട്ടുള്ളതുകൊണ്ട് ഈ സൈഡൊക്കെ പുല്ല്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ അഗസ്ത്യാർകൂടത്തേക്ക് 2 രീതിക്ക് 2 സമയങ്ങളിലായിട്ട് ട്രക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന് സീസണൽ ട്രക്കിങ്ങും, അതായത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ഉള്ള സമയത്തുള്ള ട്രക്കിങ്ങും, പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഓഫ് സീസൺ ട്രക്കിങ്ങും. അപ്പോൾ സീസണൽ ട്രക്കിംഗ് ആകുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ഗൈഡ്സൊക്കെ ഉണ്ടാവും ഇവിടെ. പിന്നെ ഓരോ ചെക്ക് പോയിൻറ്റിലൊക്കെ ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ സഹായത്തിനൊക്കെ ചെക്ക് പോയിൻറ്റ്സിലൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും. പിന്നെ മെയിനൊരു കാര്യം പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഏതാണ് അതിരുമല ബേസ് ക്യാമ്പിൽ ഫുഡ് നമുക്ക് കുറച്ചും കൂടെ ചോയ്സുകൾ ഉണ്ടാവും. പല രീതികളിലെ, അതായത് പല രീതിക്ക് പറഞ്ഞാൽ പൂരി, ചപ്പാത്തി, പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡുകളുണ്ടാവും. ഇപ്പോഴൊക്കെ എന്താ വെച്ചാൽ ചോയ്സ് ഇല്ല എന്നാണ് പറഞ്ഞത്, അവിടെയുള്ള ഫുഡ് കഴിക്കാത്തതാണ്. പക്ഷേ കൊണ്ട് ട്രക്കിങ്ങിന് വരുമ്പോൾ അതൊരു സംഭവമല്ല. കാരണം ഫുഡൊക്കെ നമ്മൾ അല്ലാതെ തന്നെ കഴിച്ച് വരുന്ന ആളുകളല്ലേ. അപ്പോൾ ഇന്നത്തെ 2 ദിവസം ഇനിയിപ്പോൾ ഉള്ള ഫുഡൊക്കെ കഴിച്ചാൽ മതി. ഇതിലൊക്കെ തിരിച്ചു വരുന്ന ആളുകളല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എവിടെ നിന്നാണ്? എന്താ ഊര്? കോയമ്പത്തൂരാ? ഇവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്. ഹായ്. അപ്പോൾ ഇവിടെ വരുന്നതിൽ ഇപ്പോൾ അധികം ആൾക്കാരും എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓഫ് സീസൺ ട്രക്കിങ്ങും സീസൺ ട്രക്കിങ്ങും ചെയ്യുന്നതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഫുഡിൻ്റെ കാര്യം അങ്ങനെ. അപ്പോൾ അത് പോട്ടെ. പിന്നെ മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ സീസണൽ ട്രക്കിങ്ങിൽ നമുക്ക് ആ സീസണിലായാലും വേനൽക്കാലം ആയിരിക്കും. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. പിന്നെ അട്ടയുടെ ശല്യം അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല കാറ്റും ആയിരിക്കും. അതായത് ക്ലിയർ ക്ലൈമറ്റും അതിൻ്റെ ഇടയിൽ നല്ല കാറ്റും. ഇപ്പോൾ എന്താ വെച്ചാൽ ചെറുതായിട്ട് മഴയ്ക്കും കോടയ്ക്കും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ മഴയും കോടയും കാട്ടിലൂടെ പോകുമ്പോൾ കിട്ടുന്നത് നല്ല രസമുള്ളൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഒരു തവണ സീസണൽ ക്ലൈമറ്റ് മറ്റേ ട്രക്കിങ്, ഒരു തവണ ഓഫ് സീസൺ ട്രക്കിങ് ചെയ്യണം എന്നുള്ളതാണ്. 2 ക്ലൈമറ്റും കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സീസൺ ട്രക്കിങ്ങിന് എന്താ വെച്ചാൽ ബുക്ക് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഓഫ് സീസൺ ആകുമ്പോൾ ആ സീനില്ല. അങ്ങനെ അഗസ്ത്യനെ കുറിച്ചുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മലകയറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടരെയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളായിട്ട് കാണാം.